ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് റോഡിൽ യാത്രക്കാരെ വലച്ചുകൊണ്ട് നടത്തുന്ന പ്രതിഷേധത്തെക്കുറിച്ചാണ്. ഇന്നലെ നമ്മളെല്ലാവരും കണ്ടു കാണും. BJP കൗൺസിലർ സുഗതനെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയതിൽ പ്രതിഷേധിച്ച് BJPക്കാർ റോഡിൽ നടത്തിയ പ്രതിഷേധവും അതിൽ സരസ്വതി അമ്മ എന്ന ഒരു പ്രായം ചെന്ന അമ്മച്ചി വന്നിട്ട് അവിടെ പ്രസംഗം നടത്തിക്കൊണ്ടിരുന്ന ആളോട് തട്ടിക്കയറുന്നതും വളരെ ഫണ്ണിയായിട്ട് നമ്മൾ വളരെയധികം സന്തോഷിച്ച് ചിരിച്ചു കണ്ട ഒരു വീഡിയോ ആണിത്. എന്താണ് ശരിക്കും ഈ പ്രതിഷേധമെന്ന് പറയുന്നത്? അത് നടത്തേണ്ട ഒരു സ്ഥലം റോഡാണോ? പ്രതിഷേധം ഒരു ജനാധിപത്യ അവകാശമാണ്. അത് ജനങ്ങളുടെ പ്രശ്നങ്ങളും ആവശ്യങ്ങളും സർക്കാരിൻ്റെയും സമൂഹത്തിൻ്റെയും ശ്രദ്ധയിൽപ്പെടുത്താൻ പ്രതിഷേധങ്ങൾ അനിവാര്യമാണ്. എന്നാൽ പ്രതിഷേധത്തിൻ്റെ പേരിൽ റോഡിൽ യാത്ര ചെയ്യുന്ന സാധാരണക്കാരെ തടസ്സപ്പെടുത്തുകയോ വാഹനങ്ങൾ തടഞ്ഞു നിർത്തുകയോ ചെയ്യുന്നത് ശരിയായ രീതിയല്ല. ഒരു രോഗിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന ആംബുലൻസിനും ജോലിക്ക് പോകുന്ന തൊഴിലാളിക്കും പരീക്ഷയ്ക്ക് പോകുന്ന വിദ്യാർത്ഥിക്കും ഇത്തരം തടസ്സങ്ങൾ വലിയ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കാം. പ്രതിഷേധം ജനങ്ങളുടെ പിന്തുണ നേടാനാണ് വേണ്ടത്, അല്ലാതെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാനല്ല. അപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട ഒരു കാര്യമാണ്, വീണ വിജയൻ്റെ വീട് റെയ്ഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കുറേ അണികൾ, അവരുടെ പ്രവർത്തകർ അവിടെ ചെല്ലുന്നതും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും കണ്ടതാണ്. ഇന്ന് ആ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ആൾക്കാർ എവിടെയാണ്? അത് നമ്മളൊന്ന് ചിന്തിക്കേണ്ട കാര്യമാണ്. അപ്പം ഇവിടെ നമ്മൾ ചെയ്യുന്ന കാര്യം, നമ്മുടെ നേതാവാണെന്നാണ് പറയുന്നത്. ഈ നേതാക്കന്മാർക്കെതിരെ എന്തിനാണ് ഇങ്ങനെയുള്ള കേസുകൾ വരുന്നത്? അതാണ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. നമ്മൾ ഇലക്ഷൻ സമയത്ത് ഈ പറയുന്ന സുഗതനെന്ന് പറയുന്ന ആൾ ഒരു ഗുണ്ടാ നേതാവാണ്, ഒരു ഗുണ്ടാ തലവൻ. ഒരു ഗുണ്ട എങ്ങനെയാണ് ഒരു നേതാവായി മാറുന്നത്? ഇപ്പോൾ ഇലക്ഷൻ്റെ ഒക്കെ സമയത്ത് നമുക്കറിയാം, വളരെ ഇലക്ഷൻ ക്വാളിഫിക്കേഷൻസ് ഉണ്ട് കാൻഡിഡേറ്റിന്. അതിൽ പ്രധാനമായിട്ട് പറയുന്നത് അയാൾ ഒരിക്കലും ഒരു ക്രിമിനൽ ആകാൻ പാടില്ല, ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാകാൻ പാടില്ലെന്നാണ്. എന്നാൽ ഇന്ന് നിർഭാഗ്യവശാൽ നമ്മുടെ പൊളിറ്റിക്സിൽ, പ്രത്യേകിച്ച് നമ്മുടെ സൗത്തിലേക്ക് അത്രയില്ല, നോർത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെയുള്ള പൊളിറ്റീഷ്യൻസ് ഒരു 3/4 ഭാഗവും ക്രിമിനൽസാണ്. അവർ ഇതൊരു സുരക്ഷിതമായ താവളമായി കരുതി പൊളിറ്റിക്സിലേക്ക് വന്ന് കയറുന്നു. നമ്മളെപ്പോലെയുള്ള ആൾക്കാരെന്താണ് ചെയ്യുന്നത്? അവരെ അവിടെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു നേതാവിന് ആ പൊളിറ്റിക്കൽ വാല്യൂസും മോറൽ വാല്യൂസും ഒക്കെ വേണം. അല്ലാതെ അവൻ്റെ പൊക്കവും വണ്ണവും നിറവും ഒന്നും കണ്ടല്ല നമ്മൾ ഒരാളെ ഇലക്ട് ചെയ്യേണ്ടത്. അവനൊരു നല്ല നേതാവല്ലെങ്കിൽ അവനെ നമുക്ക് വിട്ടുകളയണം. അവനെ ഒരിക്കലും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വഴിയിലേക്ക് ഇറങ്ങി തിരിക്കരുത്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള ആൾക്കാരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് നമ്മുടെ പൊളിറ്റിക്സിൽ ഇങ്ങനെ ക്രിമിനൽസ് കൂടിപ്പോകുന്നത്. അവർക്കൊരു പേടിയില്ല, എന്നാൽ ജനങ്ങൾ ഇറങ്ങിക്കോളും, അവരവിടെ കിടന്ന് തല്ലി മേടിച്ചോളും. ഇന്നലെ ആ സരസ്വതി അത്രയും പ്രായമായ ആ ഒരു അമ്മച്ചി അവിടെ വന്ന് അവരോട് അങ്ങനെ സംസാരിച്ചപ്പോൾ എല്ലാവരും അത് ഭയങ്കര ചിരിച്ച് അങ്ങനെയൊക്കെ മാറ്റിക്കളഞ്ഞു. പക്ഷേ അവിടെ ഒരു ചെറുപ്പക്കാരനോ ഒരു ചെറുപ്പക്കാരിയോ വന്നാണ് അവരോട് ഈ വിവരം പറഞ്ഞിരുന്നതെങ്കിൽ, നിങ്ങൾ എന്തിനാണ് റോഡിൽ ഇങ്ങനെ പ്രതിഷേധം നടത്തുന്നതെന്ന് ചോദിച്ചിരുന്നെങ്കിൽ കളി മാറിയേനെ അല്ലേ? അപ്പം നമ്മളിവിടെ ചെയ്യേണ്ട കാര്യം, ഒരു ക്രിമിനൽസിനെയും പൊളിറ്റിക്സിൽ വെക്കാൻ അനുവദിക്കരുത്. ജനങ്ങൾ വേണം, നമ്മൾ വേണം ചിന്തിക്കാൻ. നമ്മുടെ നേതാക്കന്മാർ, നമ്മുടെ ലീഡേഴ്സ് നല്ല മനുഷ്യരായിരിക്കണം, നല്ല പൊളിറ്റിക്കൽ വാല്യൂസ് ഉള്ളവരായിരിക്കണം, മോറൽ വാല്യൂസ് ഉള്ളവരായിരിക്കണം. അതുകൊണ്ട് ഒരു ഗുണ്ട എങ്ങനെയാണ് ഒരു കൗൺസിലർ ആകുന്നത്? അത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ഒരു ഗുണ്ടാ നേതാവാണ്, അയാളുടെ വലിയ കാപ്പ ചുമത്തിയിട്ടുണ്ട്. എന്നിട്ടും അയാളൊരു BJPയുടെ കൗൺസിലറാണ്. നമ്മൾ ജനങ്ങൾ തന്നെയല്ലേ ഇവരെ വോട്ട് ചെയ്ത് കയറ്റിവിടുന്നത്? എന്നിട്ട് അവർക്ക് എന്തെങ്കിലും ഉണ്ടോ? അവരെന്നിട്ടും ആ ക്രിമിനൽ പശ്ചാത്തലത്തിൽ നിന്ന് വന്നവർ പൊളിറ്റിക്സിലേക്ക് വന്നാലും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതും ക്രിമിനലിസം തന്നെയാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള നേതാക്കന്മാരെ അവോയ്ഡ് ചെയ്യുക. അവർ തെറ്റ് ചെയ്തെങ്കിൽ കോടതി അവരെ ശിക്ഷിക്കട്ടെ. ആ തെറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവർക്കതിനുള്ള അവകാശമുണ്ടല്ലോ. ഞാൻ നിരപരാധിയാണെന്ന് തെളിയിക്കാനുള്ള അവകാശം അയാൾക്കുണ്ട്. അത് തെളിഞ്ഞ് അയാൾ പുറത്തേക്ക് ഇറങ്ങി വരട്ടെ. ദയവ് ചെയ്ത് ഈ ജനങ്ങളിങ്ങനെ ഇറങ്ങിത്തിരിക്കരുത്. ഏതായാലും നമ്മുടെ സരസ്വതി അമ്മ മാസാണ്. നമ്മുടെ മുഖ്യമന്ത്രി VD സതീശൻ സാറ് ഈ വർഷം പ്രായമായ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ തുടങ്ങിയിട്ടുണ്ട്. ആദ്യം തന്നെ ഈ വർഷത്തെ ഒരു അവാർഡ്
നമ്മുടെ സരസ്വതി അമ്മയ്ക്ക് തന്നെ ആയിരിക്കട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു. താങ്ക് യു.